എല്ലാവർക്കും നമസ്കാരം. ശിവഗിരിയിലാണ് നിൽക്കുന്നത്. ശിവൻ ഉള്ളിൽ തന്നാന്നും ആ ബോധം നാമാന്നും പറഞ്ഞ മഹാഗുരുവിൻ്റെ അരികിൽ, ശ്രീനാരായണ ഗുരുദേവൻ്റെ അരികിലാണ് നിൽക്കുന്നത്. ഇവിടെ ഞാനും എൻ്റെ ഒപ്പാളും ഞങ്ങൾ ധാരാളം കാര്യങ്ങൾ പങ്കുവച്ചു. ആ പങ്കുവച്ചതിൽ എന്നെ മനസ്സിലാക്കുന്നതും ഞാനും സ്വീകരിക്കുന്നവരോടും പറയാനായിട്ടുള്ളൊരൊറ്റ കാര്യം, നമുക്ക് ആധ്യാത്മികപരമായി നമുക്ക് ഉണരണമെന്ന് നമ്മുടെ ഉള്ളിൽ നിന്നൊരു ചിന്തയുണ്ടായാൽ, നമുക്ക് എന്തിനോടും ഉണ്ടാകുന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന്. ചില ആഗ്രഹങ്ങൾ നമുക്കെപ്പോഴും യാഥാർത്ഥ്യത്തിൻ്റെ ഒന്നിൽ നിന്ന് വരാറുണ്ട്. പലപ്പോഴും ആഗ്രഹം ഒരു സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, അത് ആവശ്യങ്ങളായി വരാറുണ്ട് പലപ്പോഴും. എന്നാണോ ആവശ്യമായി നമുക്ക് ആധ്യാത്മികത വരുന്നത്, അന്ന് നാരായണ ഗുരുദേവൻ ശിവഗിരിയിൽ ഇപ്പോഴുമുണ്ട്. ആ സാധ്യതയായി നമുക്കെന്താണ്, നമ്മൾ പണ്ട് ശിവൻ പറയുന്നത് പോലെ, എല്ലാ സിദ്ധന്മാരും പറയുന്നത് പോലെ, ഈ സൃഷ്ടിയുടെ ഒരടിസ്ഥാന പ്രക്രിയ, ഈ സൃഷ്ടിയുടെ ഒരു നിലനിൽപ്പ് പോലും ഒരു ബിന്ദുവിലാണ്. ആ ബിന്ദുവിൻ്റെ ഒരു അംശമാണ് നമ്മളും. ആ ഒരു കടുകുമണി പോലുള്ള നമുക്ക് വേണ്ടതൊരു വികാസമാണ്. ആ വികാസനത്തിന് നമ്മളെ സൃഷ്ടിച്ചപ്പം തന്നെ ആ ബ്രഹ്മേന്ദ്രവും നമുക്ക് തുറന്നു നൽകി. തലക്കടിച്ച് അല്ലെങ്കിൽ തേങ്ങ വീണ് ഈ അസംബന്ധങ്ങളെല്ലാം മാറ്റി നിർത്തിയാൽ ഗുരുവിൻ്റെ സമാധി മഹാസമാധിയുടെ ഏറ്റവും ഉയർന്നതാണ്. ഈ പറഞ്ഞ വാക്കിന് ഞാൻ 1000 പ്രാവശ്യം മാപ്പ് ചോദിച്ചുണ്ട്. ഇവിടെ കൂടെ സ്വീകരിക്കാനൊരു വഴിയുണ്ട്. അവിടെ കൂടെ നമ്മുടെ പ്രാണൻ നിറയുമ്പോഴാണ് നാം ഈ മനസ്സിൽ നിന്ന് ശൂന്യതയെ അനുഭവിക്കുന്നത്. അവിടെ മനസ്സിലൊരിക്കലും ആ ഒരു ശൂന്യതയിൽ നമ്മൾ ഉയർന്ന തട്ടിലേക്ക് നമ്മുടെ ജീവൻ ഉയരുന്നത്. ആ ഉയർന്ന മഹാസമാധി ഇരിക്കുന്ന ഒരു ഗുരുവാണ്. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് അദ്ദേഹം സാമൂഹികപരമായി ചെയ്തിരിക്കുന്ന നവോത്ഥാന കാര്യങ്ങളും ഒക്കെ വളരെ വലുതാണ്. എല്ലാത്തിനെയും ഒന്നായി കാണാൻ പറ്റുന്ന ഒരാൾക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ഒരു രാഷ്ട്രീയക്കാരനെ പോലെ അധികാരങ്ങളും ഉപയോഗിച്ച് മറ്റേ പാർട്ടിക്കാരെ കുറ്റം പറയുന്ന ഒരാൾക്ക് ഒന്നായി കാണാൻ പറ്റില്ല. അതേസമയം എല്ലാത്തിനെയും ഒന്നായി കാണുന്ന ആൾക്ക് മാത്രമേ ഈ ഒരു കാര്യങ്ങൾ ചെയ്ത് നൽകാൻ പറ്റുള്ളൂ. ഈ സമൂഹത്തിന് ജാതി മത ചിന്തകളെ മാറ്റി നമ്മുടെ മുന്നിലേക്ക് എന്തെങ്കിലും ഒരു പ്രകാശം കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഉയർന്ന സാധ്യതയും ശിവഗിരിയിൽ ഇന്ന് വരാൻ ഭാഗ്യം കിട്ടി എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇദ്ദേഹത്തിനോടും നന്ദി പറയുന്നു. എല്ലാവർക്കും നമസ്കാരം.